أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, സഹോദര സഹോദരിമാരെ, പ്രിയപ്പെട്ടവരെ, സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ നടക്കുന്ന തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ 51ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമായതുകൊണ്ട് അതിൻ്റെ പ്രത്യേകമായ പാരായണ രീതി പാലിച്ചുകൊണ്ട് മാത്രമേ, അതായത് തജ്വീദ് ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമേ ഖുർആൻ ഓതാവൂ എന്നാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞതും അതനുസരിച്ചാണ് നമ്മൾ ചെയ്തതും. അതുകൊണ്ട് കൃത്യമായി തജ്വീദ് പഠിക്കാൻ തദ്രീബ് എന്ന കിതാബ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അള്ളാഹ് നമ്മൾ ഈ കോഴ്സിൽ അത് സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഖുർആൻ എന്നതിനെക്കുറിച്ച് ചുരുങ്ങിയ ഒരു രൂപത്തിൽ നേരത്തെ വളരെ വിശദമായി പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ അത്ര പറഞ്ഞ് ആ പാഠമൊന്ന് വായിച്ച് തീർത്തത്. അപ്പോൾ ആ നിയമങ്ങൾ നന്നായി പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, അതിനനുസരിച്ച് ഖിറാഅത്ത് നന്നാക്കുക എന്നതാണല്ലോ നമ്മൾ തദ്രീബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പദത്തിൻ്റെ അർത്ഥം തന്നെ പരിശീലനം. വിശുദ്ധ ഖുർആൻ നന്നായി തജ്വീദ് അനുസരിച്ച് ഓതി പരിശീലിക്കുക എന്നതാണ്. അപ്പോൾ അതിനുള്ള അവസരമാണ് അൽഹംദുലില്ലാഹ് നമ്മുടെ നേതൃത്വം, നമ്മുടെ സയ്യിദുമാർ, നമ്മുടെ ആലിമീങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ളത്. അത് നന്നായി ഉപയോഗപ്പെടുത്തുന്ന ആയിരക്കണക്കായ ആളുകളാണ് തദ്രീബിലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകട്ടെ. നമുക്ക് ഈ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പഠിക്കാനും ഓതാനും ഒക്കെ അവസരം തന്ന നമ്മുടെ നേതൃത്വത്തിന്, നമ്മുടെ ആലിമീങ്ങൾക്ക്, അഭിമന്യരായ നമുക്കെല്ലാവർക്കും അറിയാം. ഇതിന് 1ാമത്തെ ബാച്ച് ഉദ്ഘാടനം ചെയ്തു തന്നത് സുൽത്താനുൽ ഉലമ എ പി ഉസ്താദാണ്, ഹഫിളഹുല്ലാഹ്. 2ാമത്തെ ബാച്ചിൻ്റെ ഉദ്ഘാടനം ഔദ്യോഗികമായി തന്നത് ബദറുസ്സാദാത്ത് ഖലീൽ തങ്ങൾ ഉപ്പാപ്പയാണ്. അങ്ങനെ എന്തുകൊണ്ടും നമ്മുടെ നേതൃത്വം നമുക്ക് നൽകിയതാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഈ പാരായണ പഠനമാകുന്ന തദ്രീബ് എന്നത്. നമ്മുടെ നേതൃത്വത്തിനൊക്കെ, നമ്മുടെ നേതാക്കൾക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും ഇസ്സത്തും ഹിമ്മത്തും നമുക്ക് നേതൃത്വം നൽകാനുള്ള ഒരുപാട് കാലത്തെ ആഫിയത്തുള്ള ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. അവരെ പിന്നിൽ, അവരെ കീഴിൽ സാധുക്കളായ നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. നമ്മളിന്ന് സൂറത്തുൽ മാഇദ കുറച്ച് ഓതുകയാണ്. 77ാമത്തെ ആയത്ത് മുതൽ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അഹ്ലൽ കിതാബി ലാ തഗ്ലൂ ഫീ ദീനികും ഗൈറൽ ഹഖ് ولا تتبعوا أهواء قوم قد ضلوا من قبل وأضلوا كثيرا وضلوا عن سواء السبيل. لعن الذين كفروا من بني إسرائيل على لسان داود وعيسى بن مريم
ذلك بما عصوا وكانوا يعتدون كانوا لا يتناهون عن منكر فعلوه لبئس ما كانوا يفعلون ترى كثيرا منهم يتولون الذين كفروا لبئس ما قدمت لهم أنفسهم أن سخط الله لبئس ما قدمت لهم أنفسهم أن سخط الله عليهم وفي العذاب هم خالدون ولو كانوا يؤمنون بالله والنبي وما أنزل إليه ما اتخذوهم أولياء ولكن كثيرا منهم فاسقون. Okay. قل يا أهل الكتاب لا تغلوا في دينكم قل يا നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലേ, കുല്യ അല്ല, ഖുൽ യാ അഹ്ലൽ കിതാബി ലാ തഗ്ലൂ ഫീ ദീനിക്കും ഗൈറൽ ഹഖ് വലാ തത്തബിഉ അഹ്വാഅ ഖൗം വലാ തത്തബിഉ വലാ തത്തമ്മ എന്ന് പറയുന്ന തായല്ല എന്ന് നമ്മൾ അല്ലേ മലയാളത്തിലെ തത്തമ്മ ഒരു പൊത്തിൽ പത്തും കൊത്തുന്നു, അറബിയിൽ തത്ലു തത്തബിഉ കുതുബൽ കുത്താബി തംതന്നു. ഇതാണ് അറബിയിലെത്ത. മലയാളത്തിലെത്ത ത കാശ് ത, അതിങ്ങോട്ട് ത എന്ന് പറയുന്ന തായല്ല. അപ്പോൾ വലാ തത്തബിഉ أهواء قوم قد ضلوا من قبل وأضلوا ضادകൾ പറയണ്ടല്ലേ وأضلوا كثيرا وضلوا عن سواء السبيل. പിന്നെ لعن الذين كفروا ഓക്കേ لعن الذين كفروا من بني إسرائيل على لسان داود لعن الذين كفروا من بني നിയമത്തിൻ്റെ പേര് പറയൂ. ഇഖ്ലാബ്. ഓക്കെ, കറക്റ്റ്. ഇസ്രായീല മദ്ദുണ്ട് അല്ലേ. അലാ ലിസാനി ദാവൂദ, ദാവൂദാന്ന് എഴുതി നോക്കി. ഒരു വലിയ വാ ഒരു കുഞ്ഞി വാ അല്ലേ. വഈസ ഇബ്നു മർയം ദാലിക ബിമാ. ഓക്കെ, ബിമാ കഴിഞ്ഞ് റസവ്വ കാനു റസവ്വ. അസവ്വയല്ല സവ്വ നോ. ബിമാ അസയൊന്നും എന്താണെങ്കിലും പാടില്ല. അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇവിടെ ആകെ കാണിച്ചത് എന്തിനാ? സ്ക്രീനിൽ ഇങ്ങനെ വലുതാക്കി കാണിച്ചത് എന്തുകൊണ്ടാണ്? സുക്കൂനുള്ളൊരു വാവും ഫത്ഹുള്ള വാവും എന്നാലേ ഇങ്ങനെ ഇദ്ഗാം റസവ്വ. ഇനി ഒരാളെ നിർത്താൻ അവിടെ അങ്ങ് വന്നു സങ്കല്പിക്കുക. എന്നാലോ ദാലിക ബിമാ അസൗ ചേർത്തി ഓതുമ്പോൾ ബിമാ അസൗ വകാനൂ യഅ്തദൂൻ കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹ് കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ. നേരത്തെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മുങ്കർ നക്കീർ. ഖബറിൽ ചോദ്യം ചെയ്യുന്ന മലക്കുകളുടെ പേര് മുങ്ക. നോ, മുങ്കറല്ല, മുങ്കർ കാഫാണ്. നക്കീർ. അപ്പോൾ മുങ്കരിൻ എന്താ വെച്ച് മലക്കുകളെ പേര് പറയുമ്പോൾ തജ്വീദ് വേണമെന്നോ? സൂപ്പർ ചോദ്യം അല്ലേ. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ആ മലക്കിൻ്റെ പേര് മുങ്കർ പറയാൻ പാടില്ല എന്ന്, മുങ്കർ പറയണം. അപ്പം മലക്കുകളെ പേര് പറയുന്നിടത്തും തജ്വീദ് വേണോ? ഖുർആൻ ഓതുമ്പോൾ പോരെ തജ്വീദ് എന്ന്? അല്ല, തജ്വീദ് എന്ന് പറഞ്ഞാൽ എന്താണിപ്പോൾ? അക്ഷരങ്ങളിങ്ങനെ താളം തെറ്റിച്ച് കാ പറയേണ്ട അടുത്ത് ഗാ പറയാം, ഗാ പറയേണ്ട അടുത്ത് ദാ പറയാം. അതൊക്കെ പറ്റുമോ? അതൊക്കെ തജ്വീദാ.
ഞാൻ കേട്ടോളൂ, തജ്വീദ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് അക്ഷരം ശരിയാക്കുക എന്നുള്ളത് തന്നെയാണ്. തജ്വീദ് എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾ അതിൻ്റെ ക്ലാരിറ്റി പൂർണ്ണമായും ശ്രദ്ധിച്ചുകൊണ്ട് പറയുക എന്നുള്ളതാണ്. അതെല്ലാ സംഗതി അങ്ങനെ തന്നെയല്ലേ. ഖുർആൻ ഓതുമ്പോൾ മാത്രമല്ല, നമ്മളൊരു അറബി പദം ഉപയോഗിക്കുമ്പോൾ എവിടെയും നോക്കി ഒരു അറബി പദം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന് അക്ഷരങ്ങളാവണ്ടേ. അതിന് നമ്മൾ തജ്വീദ് പേരിട്ടാലും എന്ത് പേരിട്ടാലും. അപ്പോൾ ഞാൻ വേറെ ഉദാഹരണം പറയാം, പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന കേട്ടോ. നമ്മളിൽ ചില ആളുകളൊക്കെ പറയും മുസാഫ്, വീട്ടിൽ മുസാഫ് ഉണ്ട്. മുസാഫ് എന്ന് പറഞ്ഞ സാധനം മുസാഫ്, ഞാൻ ചിരിക്കാൻ വേണ്ടി പറയല്ല. മുസ്ഹഫ് അല്ലേ, അള്ളാഹുവിൻ്റെ കലാമാകുന്ന ഖുർആൻ എഴുതിയ കിതാബിൻ്റെ പേരാണ് മുസ്ഹഫ്. അതങ്ങനെ തന്നെ പറയണ്ടേ, അത് ശരിക്കും ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ അതതിൻ്റെ വൃത്തിയിൽ വ്യക്തമായിട്ടാവണം. മുസ്ഹഫ് എടുക്കൂ അല്ലേ, ഫാത്തിഹ സൂറത്ത് ഓതുക. ഫാത്തിഹ സൂറത്ത് ചില ആളുകൾ പറയും ഫാത്തിഹ സൂറത്ത് ഓതുക. ഫാത്തിഹ സൂറത്ത് എന്ന് പറഞ്ഞ സൂറത്തുണ്ടോ ഖുർആനിൽ? നിങ്ങൾ പറയും ഫാത്തിഹ സൂറത്ത് എന്ന് പറഞ്ഞാൽ സൂറത്തുണ്ടോ ഖുർആനിൽ? ഇല്ല, ഫാത്തിഹ സൂറത്താണ്. ഫാത്തിഹ സൂറത്ത് അത് നമ്മൾ ശ്രദ്ധിക്കണ്ടേ. ചില ആളുകളുണ്ട്, അവരെന്ത് ചെയ്യും, സലാം പറയുന്നത് സലൈക്കും എന്ന് പറയും, കയ്യിൽ പൊക്കിയിട്ട് സലൈക്കും. എന്താണ് ആ സലാമൊക്കെ? സലൈക്കും, അള്ളാഹുവിൻ്റെ രക്ഷ നിനക്കുണ്ടായിരിക്കട്ടെ എന്നാണ് ആ വാചകം. അസ്സലാമു അലൈക്കും എന്നല്ലേ പറയേണ്ടത്, സലൈക്കും. എന്നിട്ട് അതിന് സലാം മടക്കേ ചിരിക്കാനല്ല, സംഗതി ശരിയല്ലേ അല്ലേ? സലൈക്കും നോ അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. എന്തൊരു സൗന്ദര്യം ഉണ്ടാവും അതിൽ. എന്താ ചെയ്യുക? അപ്പോൾ അറബി പദങ്ങൾ പറയുന്നിടത്തൊക്കെ നമ്മൾ അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതൊക്കെ തന്നെ അങ്ങനെ തന്നെ ആവണം. മുസാഫ് എന്നൊന്നും പറച്ചിൽ ഒഴിവാക്കിയിട്ട് മുസ്ഹഫ് എന്നാക്കുക. ഓക്കെ, ഫാത്തിഹ സൂറത്ത് എന്നൊക്കെ പറഞ്ഞ് നിർത്തുക. ഇനി ഫാത്തിഹ സൂറത്തൊന്നും പറയണ്ട, ഫാത്തിഹ സൂറത്ത്, സൂറത്തുൽ ഫാത്തിഹ എന്നാക്കുക. അപ്പം മലക്കുകളുടെ പേര് പറയുമ്പോഴും അങ്ങനെ തന്നെയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയുന്ന സമയത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ്, അവിടെ മുഹമ്മദ് മലയാളത്തിൽ എഴുതുമ്പോൾ ഹ എഴുതും. അത് വായിക്കുമ്പോൾ ഹ തന്നെ വായിക്കണം, കാരണം ഹ മലയാളത്തിൽ എഴുതാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് മുഹമ്മദ് നബി എന്ന് തന്നെ പറയണം. ഹദീസിലുണ്ടോ ഹദീസ് നോ, ഹദീസ് അങ്ങനെ തന്നെ. മലയാളത്തിൽ സ ഇല്ലാത്തത് കൊണ്ട് സ ആണ് എഴുതുന്നത്. നമ്മൾ വായിക്കുമ്പോൾ എങ്ങനെ തന്നെ വായിക്കണം, ഹദീസിൽ മുഹമ്മദുർ റസൂലുള്ളാഹി അങ്ങനെ തന്നെ പറയണം. എന്ന് പറഞ്ഞതുപോലെ മുൻകർ മലക്കിൻ്റെ പേര്, നക്കീർ മലക്കിൻ്റെ പേര്, അതേ പദം ഇങ്ങോട്ട് വന്നാൽ മലക്കിൻ്റെ പേരായിട്ടോ അല്ലാതെയോ എങ്ങനെ വന്നാലും കൃത്യമായിട്ട് ഖുർആനിലാകുമ്പോൾ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അതിൻ്റെ തെറ്റ്, കുറ്റം, ഗൗരവം കൂടി വരും. അപ്പോൾ നമ്മൾ പറഞ്ഞതെന്താ, ലാ യതനാഹൗന അൻ മുൻകരിൻ. എങ്ങനെയാ? ലാ യതനാഹൗന അൻ മുൻകരിൻ ടാ, അൻ മുൻകരിൻ നോ, ഫഅലൂഹ് ലബിഅസ മാ കാനൂ യഫ്അലൂൻ. എങ്ങനെ? ലബിഅസ മാ കാനൂ യഫ്അലൂൻ. ترى كثيرا منهم يتولون الذين كفروا لبئس ما قدمت لهم أنفسهم أن سخط الله عليهم. okay? ترى كثيرا منهم يتولون. ഈ ഫത്ഹുള്ള യാ കൊണ്ട് തുടങ്ങുന്നിടത്തൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആ വിഷയം. ഈ യാ തന്നെ ആവണം, അല്ലാതെ എ ആവാൻ പാടില്ല. എയോ യാൻ്റെ സ്ഥാനത്തോ? അതെ, കുറേ ആളുകൾക്കുണ്ട്. കേട്ടോട്ടോ, ചെറാ കസീറം മിൻഹും. അത് ഓതി എൻ്റെ തുടരെ. ചെറാ കസീറം മിൻഹും യതവല്ലൗന ഏത്തപ്പഴം എന്ന് പറയുന്ന പോലെ യതവല്ലൗന നോ, യതവല്ലൗന. ചെറാ കസീറം മിൻഹും യതവല്ലൗന മിൻഹും യതവല്ലൗന. സൂറത്തുൽ ഇഖ്ലാസിലില്ലേ, ലം യലിദ് വലം യൂലദ്. ലം യലിദ് എലിതാണോ? എലി നോ, ലം യലിദ് യാ എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും ഇങ്ങനെ വരുന്നിടത്തൊക്കെ എല്ലായിടത്തും നമുക്കിങ്ങനെ വിശദീകരിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല.
അപ്പോൾ തറാ കസീറൻ മിൻഹും യതവല്ലൗന അല്ലദീന കഫറൂ ലബിഅസ മാ ഖദ്ദമത് ലഹും അൻഫുസുഹും. ഖദ്ദമത് ലഹും അൻഫുസുഹും എന്നുള്ളടത്തോ ലഹും മൻഫുസാവും, മൻഫുസ് നോ അൻ സഖിതല്ലാഹു അലൈഹിം വഫിൽ അദാബി ഹും ഖാലിദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദാബിനെ തൊട്ടൊക്കെ നമുക്കാക്കട്ടെ, എല്ലാ തരം അദാബിനെ തൊട്ടും. വലൗ കാനൂ യുഅ്മിനൂന ബില്ലാഹി വന്നബിയ്യി വമാ ഉൻസില ഇലൈഹി മത്തഖദൂഹും ഔലിയാ. ഓക്കേ, വലൗ കാനൂ യുഅ്മിനൂന ബില്ലാഹി വന്നബിയ്യി വമാ ഉൻസില ഇലൈഹി മത്തഖദൂഹും ഔലിയാ വലാകിന്ന കസീറൻ മിൻഹും ഫാസിഖൂൻ. ബാക്കി لتجدن أشد الناس عداوة للذين آمنوا اليهود والذين أشركوا ولتجدن أقربهم مودة للذين آمنوا الذين قالوا إنا نصارى ذلك بأن منهم قسيسين ورهبانا وأنهم لا يستكبرون وإذا سمعوا ما أنزل إلى الرسول ترى أعينهم تفيض من الدمع مما عرفوا من الحق يقولون ربنا آمنا فاكتبنا مع الشاهدين وما لنا لا نؤمن بالله وما جاءنا من الحق ونطمع أن يدخلنا ربنا مع القوم الصالحين فأثابهم الله بما قالوا جنات تجري من تحتها الأنهار خالدين فيها وذلك جزاء المحسنين والذين كفروا وكذبوا بآياتنا أولئك أصحاب الجحيم. لتجدن أشد الناس عداوة للذين آمنوا اليهود والذين أشركوا. എങ്ങനെയാ? لتجدن أشد الناس عداوة للذين إدغام بلا غنة آمنوا اليهود والذين أشركوا ولتجدن أقربهم مودة للذين آمنوا الذين قالوا إنا نصارى مودة للذين آمنوا الذين قالوا إنا نصارى ذلك بأن منهم قسيسين എങ്ങനെയാ? قسيسين ورهبانا وأنهم لا يستكبرون وإذا سمعوا ما أنزل إلى الرسول ترى أعينهم تفيض من الدمع مما عرفوا من الحق وإذا سمعوا ما أنزل إلى الرسول ترى أعينهم تفيض من الدمع مما عرفوا من الحق يقولون ربنا آمنا فاكتبنا مع الشاهدين وما لنا لا نؤمن بالله وما جاءنا من الحق എങ്ങനെ? وما لنا لا نؤمن بالله وما جاءنا من الحق
ونطمع أن يدخلنا ربنا مع القوم الصالحين ونطمع أن يدخلنا ربنا مع القوم الصالحين فأثابهم الله بما قالوا فأثابهم الله بما قالوا جنات تجري من تحتها الأنهار خالدين فيها وذلك جزاء المحسنين اللهم اجعلنا من أهل الجنة പഠിച്ചവനെ നീ ഞങ്ങൾക്ക് സ്വർഗം തരണേ സ്വർഗം തരണേ സ്വർഗം തരണേ സ്വർഗം തരണേ അല്ലാഹ് ഞങ്ങളെ സ്വർഗത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ് ഞങ്ങളെ സ്വർഗാവകാശികളാക്കണേ അല്ലാഹ് ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ അല്ലാഹ് والذين كفروا وكذبوا بآياتنا أولئك أصحاب الجحيم اللهم إنا نعوذ بك من عذاب جهنم പഠിച്ചവനെ നീ ഞങ്ങളെ നരകത്തിലിടരുതേ ഞങ്ങളെ നീ നരകത്തിലിടരുതേ അല്ലാഹ് ഞങ്ങളെ നീ നരകത്തിലിടരുതേ അല്ലാഹ് ഞങ്ങൾക്ക് നീ നരകം കാണിക്കരുത് അല്ലാഹ് നരകാവകാശികളാക്കല്ലേ അല്ലാഹ് സാധുക്കളായ ഞങ്ങൾക്ക് നീ നരകം ഹറാമാക്കണേ അല്ലാഹ് ഞങ്ങളെ നരകത്തോട് അടുപ്പിക്കല്ലേ അല്ലാഹ് ദുആ ചെയ്യണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് ഒരു മനുഷ്യൻ നോക്കണേ ഒരു മനുഷ്യൻ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായി ഒരു ദിവസം 7 വട്ടം എത്ര വട്ടം 7 വട്ടം പഠിച്ചവനെ നീ ഞങ്ങളെ നരകത്തിലിടരുതേ എന്നൊരു മനുഷ്യൻ ആത്മാർത്ഥമായി റബ്ബിനോട് ചോദിച്ചാൽ ദുആ ചെയ്താൽ നരകം അള്ളാഹുവിനോട് പറയും പഠിച്ചവനെ ആ മനുഷ്യനിതാ എന്നെ തൊട്ട് കാവൽ ചോദിക്കുന്നു നീ ആ മനുഷ്യനെ എന്നിലേക്ക് പറഞ്ഞു വിടരുതേ ഇനി ആത്മാർത്ഥമായി ഒരു മനുഷ്യൻ ഒരു ദിവസം 7 തവണ സ്വർഗം ചോദിച്ചാൽ പഠിച്ചവനെ എനിക്ക് സ്വർഗം തരണേ സ്വർഗം തരണേ സ്വർഗം തരണേ ആത്മാർത്ഥമായി ചോദിച്ചാൽ സ്വർഗം അള്ളാഹുവിനോട് പറയും പഠിച്ചവനെ ആ മനുഷ്യൻ ഇതാ എന്നെ ചോദിക്കുന്നു നീ അയാൾക്ക് എന്നെ നൽകണേ സ്വർഗവും നരകവും ഒക്കെ അള്ളാഹുവിനോടൊരു കാര്യം പറഞ്ഞാൽ അള്ളാഹു തആല കേൾക്കാതിരിക്കൂല അതുകൊണ്ട് എല്ലാ ദിവസവും മലയാളത്തിലായിക്കോട്ടെ ഇനി അറബിയിലാവാം അല്ലാഹുമ്മ അജിർനി മിനന്നാർ അജി എന്ന് ജിന്ന് ജീവിതം എന്നൊക്കെ പറയും പോലെ അജി വേണം അജിർനി നരകം കൂലി തരണേ എന്ന് അല്ലാഹുവിനോട് ചോദിക്കാൻ പാടില്ല അതിന് അജിർനി നരകത്തെ തൊട്ട് കാക്കണേ എന്നർത്ഥം കിട്ടണമെങ്കിൽ അജി വേണം അജിർനി ഇല്ലെങ്കിൽ അർത്ഥം മാറും അല്ലാഹുമ്മ അജിർനി മിനന്നാർ അല്ലാഹുമ്മ അജിർനി മിനന്നാർ ഇങ്ങനെ നരകത്തെ തൊട്ട് കാവൽ ചോദിക്കുക സ്വർഗം അള്ളാഹുവിനോട് ആവശ്യപ്പെടുക അതാണ് ഇപ്പോൾ ചെയ്തത് ബാക്കി يا أيها الذين آمنوا لا تحرموا طيبات ما أحل الله لكم ولا تعتدوا إن الله لا يحب المعتدين اللهم لا تجعلنا منهم وكلوا مما رزقكم الله حلالا طيبا واتقوا الله الذي أنتم به مؤمنون لا يؤاخذكم الله باللغو في أيمانكم ولكن يؤاخذكم بما عقدتم الأيمان فكفارته إطعام 10 مساكين من أوسط ما تطعمون أهليكم أو كسوتهم أو تحرير رقبة فمن لم يجد فصيام 3 أيام ذلك كفارة أيمانكم إذا حلفتم واحفظوا أيمانكم كذلك يبين الله لكم آياته لعلكم تشكرون
يا أيها الذين آمنوا لا تحرموا طيبات ما أحل الله لكم ولا تعتدوا يا أيها الذين آمنوا لا تحرموا طيبات ما أحل الله لكم ولا تعتدوا إن الله لا يحب المعتدين അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഹലാലാക്കി തന്ന ഒരുപാട് സംഗതികളുണ്ട്. ഭക്ഷണം ഒരൈറ്റം, ഇനി പലതും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കി തന്ന, അനുവദനീയമാക്കി തന്ന നല്ല സംഗതികൾ. അത് നിങ്ങളുടെ വകയായിട്ട് അതൊരു ഹറാമാക്കണ്ട ഇനി കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കി അനുവദനീയമാക്കി തന്നതല്ലേ, പിന്നെ നിങ്ങളെന്തിനാ അതിൻ്റെ ഒരു ഹറാമാക്കിയിട്ട് നിയമം കൊണ്ടുവരുന്നത്? അത് പാടില്ല. ഓവറാവണ്ട, വലാ തഅ്തദൂ, ഓവറാവണ്ട. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. ഈ ഓവറാക്കുന്ന ടീമുണ്ടല്ലോ, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതനുസരിച്ച് തന്നെ ജീവിച്ചാൽ തന്നെ ഇഷ്ടം പോലെ സ്വർഗം കിട്ടാൻ ധാരാളം തന്നെ ഉണ്ട്. അതിലപ്പുറത്തേക്ക് നമ്മൾ പോകണ്ട കേട്ടോ. വകുലൂ മിമ്മാ റസഖകുമുല്ലാഹു ഹലാലൻ ത്വയ്യിബാ വത്തഖുല്ലാഹ് الذي أنتم به مؤمنون لا يؤاخذكم الله باللغو في أيمانكم ولكن يؤاخذكم بما عقدتم الأيمان. കണ്ടില്ലേ, ബിമാ അഖദ്തുമുൽ ഐമാൻ. എല്ലാവരും ഒന്ന് ഉറക്കെ വായിച്ചു നോക്കിയേ, കുറച്ച് ശബ്ദത്തിൽ. ബിമാ, അക്കല്ല, എന്ത് അക്ക? ബിമാ അഖദ്തുമുൽ ഐൻ, ബിമാ ബിമാ അഖദ്തു. യെസ്, ഇനി ഒന്നുകൂടെ. ബിമാ അഖദ്തുമുൽ ഐമാൻ. فكفارته إطعام 10 مساكين من أوسط ما تطعمون أهليكم أو كسوتهم أو تحرير رقبة فمن لم يجد فصيام 3 أيام ذلك كفارة أيمانكم إذا حلفتم واحفظوا أيمانكم كذلك يبين الله لكم آياته لعلكم تشكرون اللهم اجعلنا من الشاكرين. പടച്ചവനെ, നന്ദിയുള്ള ആളുകളിൽ ഞങ്ങളെ പെടുത്തണം അല്ലാഹുവേ. ഒരുപാട് അനുഗ്രഹങ്ങൾ സാധുക്കളായ ഞങ്ങൾക്ക് നീ നൽകിയിട്ടുണ്ട്. ഒരുപാട് കയ്യും കണക്കുമില്ലാത്ത അനുഗ്രഹങ്ങൾ. ആ അനുഗ്രഹങ്ങൾക്കൊക്കെ ശുക്ർ ചെയ്യുന്നവരാക്കണേ അല്ലാ. സാധുക്കളായ ഞങ്ങളെ നീ ശാക്കിരീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, അതിന് കാരണമായി ഈ തദ്രീബ് സാധുക്കളായ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ലാ, ഖബൂലാക്കണേ അല്ലാ. ഈ നല്ല വിശുദ്ധ ഖുർആനിൻ്റെ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഖൽബ് നന്നാക്കി തരണേ അല്ലാ. എല്ലാ കിബറിനെ തൊട്ടും അസൂയകളെ തൊട്ടും എല്ലാത്തരം ഹൃദയത്തിൻ്റെ മാലിന്യങ്ങൾ, അഴുക്കുകൾ, രോഗങ്ങളെ തൊട്ടും സാധുക്കളായ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കളെയും ബന്ധുക്കളെയും ഉസ്താദുമാരെയും കൂട്ടുകാരെയും കുടുംബക്കാരെയും ഭാര്യസന്താനങ്ങളെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാ. നിൻ്റെ കാവൽ നൽകണേ അല്ലാ. അവരെയും ഞങ്ങളെയും നിൻ്റെ വിശുദ്ധ ഖുർആൻ കലാം ശുപാർശ ചെയ്ത് സ്വർഗത്തിലെത്തുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. دعاء وصية. والسلام عليكم ورحمة الله وبركاته. ആരംഭപ്പൂവായ മുത്തുനബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ആരംഭപ്പൂവായ മുത്തുനബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് قبة
സയ്യിദിൽ കൗനൈനി അഫ്ളല ഖുറത്തുൽ ഐനൈനി മൽജവ മൻജവ മുർതഹൽ മുഷ്തഖി ഹിബ്ബ الثقلين أجمل خير الفريقين طه وياسين وحميم نبينا أنس الغريبين أبيض مولى الصالحين ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ് സ്വല്ലി വസല്ലിം അലൈഹി യാ റബ്ബന അസ്ക സ്വലാത്തില്ലാഹ് അദ്വമ നഹ്മദു യാ അല്ലാഹ് ഹുബ്ബൻ വശൗഖൻ യാ റഹ്മത്തൽ ആലമീൻ ജിനക സല്ലല്ലാഹു അലൈക സല്ലമ നൂറല്ലാഹ് ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ് നർജു സഅദാതി മഹ്വ ശഖവാതി യാ ഖൈറ റസൂലില്ലാഹ് അലൈക ദായിമൻ സല്ലല്ലാഹ് യാ റബ്ബി സല്ലിംനാ ബിഹഖി സയ്യിദിനാ ത്വഹ റസൂലില്ലാഹ് അഷ്റഫിൽ ഖൽഖി റസൂലില്ലാഹ് ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ് ആമീൻ യാ റബ്ബന റബ്ബൽ ആലമീൻ സിദ് ലനാ ഹുബ്ബന ഇലൈഹി യാ റബ്ബന ആതീനാ ആമീൻ യാ റബ്ബന റബ്ബൽ ആലമീൻ സിദ് ലനാ ഹുബ്ബന ഇലൈഹി യാ റബ്ബന ആതീനാ ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ്